നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനം വിവേകം വരുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ച നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, വിശുദ്ധ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഇന്നത്തെ ഈ ആരാധന ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ ആയിരിക്കാൻ, അങ്ങേ ആത്മാനും സത്യത്തിലും ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറണമേ. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങേ ആത്മാനും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് അങ്ങ് നൽകുന്ന ആശ്വാസവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധനയ്ക്ക് ഞങ്ങളുടെ സഭയിലെ ടീച്ചേഴ്സ് നേതൃത്വം നൽകുമ്പോൾ കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 193 ഗീതം നമുക്ക് പാടാം. ഗീതം 193. യേശുവേ നീ സ്നേഹശക്തി ലോകത്തിൽ വരുത്തി.
മർത്യരുടെ ഉത്തമ ഗുരുവായ ശ്രേഷ്ഠ ഇടയനെ, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങ് മാത്രമാവുന്നു സ്തുത്യൻ. മനുഷ്യകുലത്തിന് ആകെ രക്ഷയായി തീർന്ന പുത്രനായ ക്രിസ്തുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിനത്തിൽ അങ്ങയെ ആരാധിക്കുവാൻ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അധ്യാപകരായ ഞങ്ങൾക്ക് വിശുദ്ധ ആരാധനയ്ക്ക് അർത്ഥവത്തായ രീതിയിൽ നേതൃത്വം നൽകുവാൻ കൃപ അരുളണമേ. ആമേൻ. അതിപരിശുദ്ധനായ ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നല്ല ഇടയനും ശ്രേഷ്ഠ ഗുരുവുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ജ്ഞാനവും വെളിച്ചവും അറിവിലൂടെ വിവേകവും ലഭിക്കുവാനായി റവറൻ ഡോക്ടർ ഹെബിക്സ്, റവറൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടഡ്, റവറൻ ജെ.എം. ഫ്രിറ്റ്സ് ആദ്യായ മിഷണറി വര്യന്മാരെ അയച്ച പിതാവായ ദൈവമേ, വിദ്യയിലൂടെ ജ്ഞാനം നേടുവാനും ജ്ഞാനത്തിലൂടെ സഭയിലും സമൂഹത്തിലും സമാധാനവും ഐക്യവും നിലനിർത്തുന്നവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാകുവാൻ പരിശുദ്ധ ദൈവമേ ഞങ്ങളെ ശാക്തീകരിക്കണമേ. ആമേൻ. അതിപരിശുദ്ധനും വാഴ്ത്തപ്പെട്ടവനുമായ യേശു എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചിരിക്കുന്നു. പാപം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടും പാപത്തിൽ വീണുപോയി. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് അനുതാപഹൃദയത്തോടെ നമ്മുടെ പാപങ്ങളെ വിനയത്തോടെ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകളെ മടക്കാം. അനുതാപഗീതം 9. എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ. ദൈവമേ, പരിശുദ്ധ പിതാവേ, കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ മുമ്പാകെ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരാണെന്ന് ഏറ്റുപറയുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നന്മ ചെയ്യാതെയും കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന നിന്റെ കൽപ്പന അനുസരിക്കാതെയും അങ്ങേ ഞങ്ങൾ വേദനിപ്പിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിലും ഞങ്ങൾ ആത്മാർത്ഥത പുലർത്തുന്നവരാണോ എന്ന് ഹൃദയംഗമായി പരിശോധിക്കുന്നു. ക്രിസ്തുവിനെ ഞങ്ങളുടെ യഥാർത്ഥ ഗുരുവാക്കാനും അങ്ങേ മാതൃകയാക്കി ജീവിക്കുവാനും ക്രിസ്തുഭാവത്തിൽ പ്രവർത്തിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കാത്തതും സഹജീവികളോട് കരുണ കാണിക്കാത്തതും പാപമാണ് എന്ന് ഏറ്റുപറയുന്നു. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാതിരിക്കുന്നതും ദൈവവചനം പഠിപ്പിക്കാതെയും ഞങ്ങൾ അനേകം തെറ്റുകൾ ചെയ്തുപോയി. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ ഞങ്ങളുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. ആമേൻ. പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് ദൈവകരുണയും പാപമോചനം അന്വേഷിക്കുന്ന നിങ്ങളെല്ലാവരും സുവിശേഷത്തിലെ ആശ്വാസവചനം കേട്ടുകൊള്ളുവിൻ. കർത്താവൻ താൻ തന്നെ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എന്നാൽ കർത്താവിനെ മറന്ന് അനീതിയിലും പാപത്തിലും രസിച്ച് ജീവിക്കുന്നതോടുള്ള ദൈവത്തിൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ
നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതേ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. സകല നന്മകളെയും അനുഗ്രഹത്തിൻ്റെയും ദാതാവായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൃപയായി നൽകിയ എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു. ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിപ്പാനും ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ദേശത്തെ മിഷണറിമാരാൽ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിച്ചവും അതിലൂടെ നന്മ തിന്മകളെ വിവേചിച്ചറിയാനും നൽകിയ അങ്ങയുടെ മഹാദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവമേ, അങ്ങേക്ക് സകല ബഹുമാനവും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പരമാർത്ഥമായ നന്ദി കാണിപ്പാനും തിരുസേവയ്ക്കായി ഞങ്ങളെ മുഴുവനും സമർപ്പിച്ചും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് അധരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതിയെ വർണ്ണിപ്പാനും തൃക്കാരുണ്യങ്ങൾ വേണ്ടുവണ്ണം ബോധിപ്പാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. വാഴ്ത്തപ്പെട്ട പുത്രനും പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ സദാകാലവും സകല ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ 119 സങ്കീർത്തനം 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി ഏറ്റുപറയാം. സങ്കീർത്തനം 119, 41 മുതൽ 48 വരെ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്നും നീക്കിക്കളയരുതേ. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ വേണ്ടിയിരുത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 15-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടാം. 15-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം. എൻ വിശ്രാമം നിന്റെ നാമം, ക്രിസ്തുയേശു എൻ പ്രഭു. അധ്യാപക ദിനമായി ആചരിക്കുന്ന ഇന്നേക്ക് വായ്പാ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. നെഹമ്യാവ്
നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 8 വരെ. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലരികെയുള്ള വിശാല സ്ഥലത്തേക്ക് വെച്ചു. രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവൻ്റെ അരികെ വലതുഭാഗത്തും മർത്തിത്യാവ്, ഷേമ, അനായാവ്, ഊരിയാവ്, ഹിൽക്കിയാവ്, മയസേയാവ് എന്നിവരും ഇടതുഭാഗത്ത് പെദേയാവ്, മിശായേൽ, മൽക്കിയാവ്, ഹാശും, ഹഷ്ബദാന, സെഗര്യാവ്, മെശുലാം എന്നിവരും നിന്നു. എസ്രാ സകല ജനവും കാണുകെ പുസ്തകം വിടർത്തി. അവർ സകല ജനത്തിനും മീതെ ആയിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദേവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. വണങ്ങി സാഷ്ടാംഗം വീണു യഹോവയെ നമസ്കരിച്ചു. ജനം താൻ്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ഭാനി, ശെരബ്യാവ്, യാമീൻ, അക്കൂബ്, ശബത്തായ്, ഹോദിയാവ്, മയസേയാവ്, കെലീത്ത, അസര്യാവ്, യോസാബാദ്, ഹാനാൻ, പെലേയാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേക ഗാനം നമുക്ക് കേൾക്കാം.
ഇന്നത്തേക്ക് വായ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമവേദഭാഗം
അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 24 മുതൽ 28 വരെ. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പൊല്ലോസ് എന്നു പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഇവിടെ പുതിയ നിയമവേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ സുവിശേഷം വായിച്ച് കേൾക്കുന്നതിന് മുമ്പായി സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെ. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ് മുഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. യേശുവേ, നിനക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം ധൈര്യത്തോടെ സ്വീകരിച്ചു ചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായി പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ മറിയ എന്ന കന്യകയിൽ ഉൽപ്പാദനായി ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണമായി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനും വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിലും ശരീരത്തോടെ ജീവിച്ചെഴുന്നേൽക്കുന്നതിലും നിത്യജീവെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവഴിപാടായിട്ട് ലഭിച്ചത് 8618 രൂപ. ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് കഴിഞ്ഞ ആഴ്ച പൊതുവഴിപാടിൽ 300 രൂപ. പൂർഫണ്ടിലേക്ക് ലഭിച്ചത് 1270 രൂപ. $11,832 രൂപ. 12/9
2025 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്തോത്ര കാഴ്ചയായിട്ട് ലഭിച്ചത് 450 രൂപ. ഒരു പ്രത്യേക ഭവനത്തിൽ നിന്നും താങ്ക്സ് ഗിവിംഗ് ഓഫറായിട്ട് ലഭിച്ചത് 500 രൂപ. ഇന്ന് നമ്മുടെ സഭ ടീച്ചേഴ്സ് സൺഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ സഭയിലെ ടീച്ചേഴ്സാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഈ പ്രിയപ്പെട്ടവർ ഈ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും അതിൻ്റെ പ്രാക്ടീസുകളിലും ആയിരുന്നു. അർത്ഥവത്തായ രീതിയിൽ ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ ടീച്ചർമാരോടുമുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. നിങ്ങളുടെ സഭയിലും അതുപോലെ തന്നെ ശുശ്രൂഷ രംഗത്തും അതുപോലെ നിങ്ങളുടെ വിദ്യ അഭ്യസിപ്പിക്കുന്ന മേഖലകളിലും ഒരു വലിയ ദൗത്യം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കുണ്ട്. വളരെ വെല്ലുവിളി നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മിഷണറിമാർ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകൾ സ്ഥാപിച്ചത് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തെ ഈ സമൂഹത്തിൽ പരത്തുക എന്നതായിരുന്നു അവരുടെ വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് അവർ കൊണ്ടുവരികയും ഇരുത്തുകയും എല്ലാവരെയും ഒരുപോലെ വിദ്യ അഭ്യസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ചു എന്ന ഒരു വലിയ പാരമ്പര്യം നമ്മുടെ സഭയ്ക്കുണ്ട്. ഇതൊരിക്കലും ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല നമ്മളൊരു കാലത്ത് സ്ഥാപിച്ചത്. മറിച്ച് എല്ലാവർക്കും ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തെ പകരുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ദൗത്യമാണ് ഇന്നും നമുക്ക് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം അത് വലുതാണ് എന്ന് ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പല വെല്ലുവിളികളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വിദ്യ അഭ്യസിപ്പിക്കുക എന്ന് പറയുന്ന ആ വലിയ ശുശ്രൂഷയും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ ഏറ്റവും സമർപ്പണത്തോടു കൂടിയിട്ടുള്ള ശുശ്രൂഷകൾ നൽകുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്നുള്ള സഭയുടെ ശുശ്രൂഷയിലും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള സഹകരണങ്ങളും എല്ലാ രീതിയിലും പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷമുള്ള സ്നാക്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സഭയിലുള്ള ടീച്ചേഴ്സാണ്. അവരോടുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഒക്ടോബർ മാസം 12-ാം തീയതി 9 മണിയോടെയാണ് നമ്മുടെ ഈ വർഷത്തെ കൊയ്ത്തുത്സവം ആചരിക്കപ്പെടുന്നത്. സഭാജനങ്ങളെല്ലാവരും കൊയ്ത്തുത്സവത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. റാഫിൾ ടിക്കറ്റിൻ്റെ വിതരണങ്ങൾ നടന്നു വരുന്നു. എല്ലാവരും ഈ ഒരു റാഫിൾ ടിക്കറ്റിൻ്റെ വിതരണത്തിൽ സഹകരിക്കണമെന്ന് ദൈവനാമത്തെ അറിയിക്കുന്നു. ഏതെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ കൊയ്ത്തുത്സവ ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഭക്ഷണം, അന്നത്തെ ദിവസമുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ടുപോകാവുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. പല ആളുകളും അവരുടെ പേരുകൾ, ആരൊക്കെയാണ് വരാൻ കഴിയാത്തത് എന്നവരുടെ പേരുകൾ കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇനിയും പേരുകൾ നൽകാനുണ്ടെങ്കിൽ അവർക്ക് പേരുകളെ കമ്മിറ്റിയിൽ ഏൽപ്പിക്കാം. ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, അവരുടെ ബന്ധുമിത്രാദികൾ ഭവനത്തിലുള്ളവർക്ക് കൊണ്ടുപോകണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കൊയ്ത്തുത്സവ ആരാധനയ്ക്ക് എല്ലാവരും വരുന്ന സമയത്ത് ഓരോ കുടുംബവും ഒരു സാധനമെങ്കിലും കുറഞ്ഞത് ലേലത്തിന് വേണ്ടി കൊണ്ടുവരണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ആരാധന ദൈവത്തിനുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളാൽ കഴിയുന്ന എല്ലാ വിധത്തിലുമുള്ള സഹകരണം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊയ്ത്തുത്സവ ലേലത്തിലേക്ക് ഉള്ള നമ്മുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി ഓരോ കുടുംബവും ഒരു ചെറിയ സാധനമെങ്കിലും, ചുരുങ്ങിയത് ഒരു സാധനമെങ്കിലും കൊണ്ടുവരണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പരസ്യം ചെയ്ത പ്രകാരം കൊയ്ത്തുത്സവ ആരാധനയിൽ പാടുവാനുള്ള പാട്ടുകൾ അവർക്ക് പേരുകൾ നൽകാവുന്നതാണ്. കൊയർ മാസ്റ്ററെയാണ് പേരുകൾ ഏൽപ്പിക്കേണ്ടത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. സെപ്റ്റംബർ മാസം 28-ാം തീയതി വരെ നിങ്ങൾക്ക് പേരുകൾ നൽകുവാനുള്ള അവസരമുണ്ട് എന്ന കാര്യം അറിയിക്കുന്നു. എല്ലാവരും അത് ഓർത്തുകൊണ്ട് കൊയർ മാസ്റ്ററെ പേരുകൾ ഏൽപ്പിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു.
പ്രോപ്പർട്ടി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു നോട്ടീസ് ബോർഡിൽ ലഭ്യമാണ്. നമ്മുടെ ഗ്രൂപ്പുകളിൽ അത് നേരത്തെ ലഭ്യമാക്കിയിരുന്നു. അത് നോട്ടീസ് ബോർഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം സബ് കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് ആരാധനയ്ക്ക് ശേഷം കൺഫർമേഷൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന കാര്യം അറിയിക്കുന്നു. സബ് കമ്മിറ്റിയുടെ കൊയ്ത്തുത്സവവുമായിട്ട് ബന്ധപ്പെട്ട സബ് കമ്മിറ്റി മീറ്റിംഗ് വരുന്ന ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. ഈ മാസം 18-ാം തീയതി CSI കത്തീഡ്രൽ സഭയിൽ വെച്ച് മിസ്സിസ് സജു മേരി എബ്രഹാം, മിസ്റ്റർ വിപിൻ ജോസഫ് ആന്തൂരുവളപ്പിൽ, മിസ് നിംഷി എന്നവർക്ക് ഡീക്കൻ ഓർഡിനേഷൻ നൽകുന്നതായിരിക്കും എന്ന കാര്യം സഭയെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓർഡിനേഷനിൽ നമ്മുടെ സഭാംഗമായിട്ടുള്ള വിപിൻ ജോസഫ് ഉപദേശിയും ഉൾപ്പെടുന്നു എന്ന കാര്യം സഭയെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈ ഒരു ഓർഡിനേഷന് വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ന കാര്യം അറിയിക്കുന്നു. വിപിൻ ഉപദേശി ഇന്ന് നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവചനത്തിൽ നിന്നും അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഡീക്കൻ ഓർഡിനേഷൻ സ്വീക്യൂസ്. ക്രിസ്റ്റ് മെമ്മോറിയൽ CSI ചർച്ച് കൊടക്കൽ ഇടവകാംഗവും ഇപ്പോൾ മലബാർ മഹാഇടവക ഗുണ്ടർ മെമ്മോറിയൽ CSI ചർച്ച് കാലിക്കറ്റ് ശുശ്രൂഷകനുമായ ശ്രീ വിപിൻ ജോസഫ് ആന്തൂരുവളപ്പിൽ മലബാർ മഹാഇടവകയുടെ പാസ്റ്ററൽ ആൻഡ് മിനിസ്റ്റീരിയൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മലബാർ മഹാഇടവക ബിഷപ്പ് സെപ്റ്റംബർ 18-ാം തീയതി ഡീക്കൻ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു. ശ്രീ വിപിൻ ജോസഫ് ആന്തൂരുവളപ്പിൽ പ്രസ്തുത ശുശ്രൂഷ സ്ഥാനത്തേക്ക് വിളിക്കപ്പെടാതിരിക്കേണ്ടതിന് ന്യായമായ കാരണങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ആയത് സെപ്റ്റംബർ മാസം 15-ാം തീയതിക്ക് മുൻപായി മലബാർ മഹാഇടവക ബിഷപ്പിനെ അറിയിച്ചു കൊള്ളേണ്ടതാണ് എന്ന കാര്യം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ജോൺ സത്യദാസ് പന്താരത്തിൽ, ജിജു ഗോട്ട്ലീഫ് ചിറക്കൽ, ഷീജ സോളമൻ രാരലിക്കൽ, ജാനറ്റ് പങ്കജം തൊട്ടിപ്പറമ്പിൽ, സിജോ സാബിൻ കൊയപ്പ, ഷൈബി ഗ്രേസ് ഇല്ലത്തുപറമ്പിൽ, മിനി ഷിജിൻ വിളയിൽ, ബേബി സുരേഷ് തേറയിൽ, ലോയ്ഡ് ഇമ്മാനുവൽ അമേങ്കര, അനിൽ എവേർട്ട് പാറമേൽ, എലിസബത്ത് ജോൺ മടത്തിൽ, രാജി വിളയിൽ, സവിൻ സെറിൻസ്റ്റൺ പറങ്ങത്ത്, ഏവിൻ പ്രവീൺ അലിക്കമന, ലാൻസി പോൾ തൊട്ടിപ്പറമ്പിൽ, വിപിൻ കുമാർ പറങ്ങത്ത്, റജിന റോയ് ആന്തൂരുവളപ്പിൽ, ഉഷ ബാബുരാജ് കല്ലുവിള, ആഷ്ന ആഗ്നസ് റിനീഷ് അണിമംഗലം, ഗബ്രിയൽ അനിൽകുമാർ പല്ലാറ്റ്, ഐസക് സതീഷ് കുമാർ ഇല്ലത്തുപറമ്പിൽ, ഗ്ലാഡിസ് പനിയൻ പുലിക്കൽ, ഷിനോജ് പോൾ മണ്ണാമ്പറമ്പിൽ, ഷീജ സന്തോഷ് കൊയപ്പ, ബേബി വിനോദ് കുമാർ നമ്പിയാത്തൊടി, ഏഡൻ നിജിൽ പണ്ടാറപ്പറമ്പിൽ. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹ വാർഷികം കൊണ്ടാടിവരെയും മറ്റു പലവിധമായിട്ടുള്ള ദൈവകൃപകൾ നന്മകൾ അനുഭവിച്ചവരെ നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ
പ്രാർത്ഥിക്കുക. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഈ സമയത്ത് ദിവസത്തിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ട മക്കളോട് കൂടെയായിരുന്നു. അങ്ങ് അവരെ അതിശയകരമായിട്ട് അത്ഭുതമായിട്ട് പരിപാലിച്ചു വഴി നടത്തി. കർത്താവിൻ്റെ ദിവ്യമായ അനുഗ്രഹങ്ങൾ നൽകി ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്ന കൃപയ്ക്കായി ദൈവമേ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഈ പുതിയ വർഷത്തിലും പ്രിയപ്പെട്ട മക്കളോട് കൂടെ ഇരിക്കുമാറാണമേ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട്, അങ്ങയിൽ ശരണപ്പെട്ടുകൊണ്ട്, ദൈവകൃപ ധാരാളമായിട്ട് അനുഭവിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ പുതിയ വർഷം പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വിവാഹവാർഷികം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ സ്മിത്ത് ഓർക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് ഒരു പുതിയ കർത്താവെ അവർക്ക് നൽകിയല്ലോ. കഴിഞ്ഞ നാളുകളിൽ ദൈവം അവരോട് കൂടെ ഇരുന്നു, കുടുംബമായിട്ട് അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ നന്മകളെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിച്ചതിനെ നന്ദി കരേറ്റുന്നു. ഈ പുതിയ വർഷത്തിലും ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകൃപ അനുഭവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ നന്മകളെ അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ പുതിയ വർഷം പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലും ഏറ്റവും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ഒരു പുതിയ വർഷമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പലവിധമായിട്ടുള്ള ദൈവകൃപകൾ, നന്മകൾ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നന്ദിയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങളുടെ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം തുറന്നും പ്രിയപ്പെട്ട മക്കളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ തുറന്നും പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോട് കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വഴിപാടുകളെ ദിവസത്തിൽ സമർപ്പിക്കുമ്പോൾ 158 ഗീതം പാടാം. ഗീതം 158.
നമുക്ക് ഈ സ്തോത്ര കാഴ്ചകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ നിന്ന് വാങ്ങി അങ്ങേക്ക് സമർപ്പിക്കുവാനായിട്ട് അവിടുത്തെ മക്കളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദാനങ്ങളോടുകൂടി തന്നെ കർത്താവിൽ സമർപ്പിച്ച എല്ലാ കരങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാവരും 30, 60, 100 മേനി ഫലം കായ്ച്ചുകൊണ്ട് തിരുനാമഭക്തത്തിനായി ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ കാണിക്കകളെ വാങ്ങി വാഴ്ത്തി അനുഗ്രഹിച്ച് സമൃദ്ധിയും സന്തോഷവും സമാധാനം നിറഞ്ഞവരായി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഓരോരുവനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കയാൽ നമുക്ക് പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായി പറയാം. കർത്താവെ കരുണയുണ്ടാകണമേ എന്ന്. അധ്യാപക ദിനത്തിലേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. ലോകത്തിന് വെളിച്ചം നൽകുന്നവരായി സ്വയം പ്രകാശിക്കുകയും വിദ്യയുടെ പ്രകാശം പരത്തുകയും ചെയ്യുന്ന സകല അധ്യാപകരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അധ്യാപകരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിലൂടെ നന്മ നിറഞ്ഞ ജ്ഞാനമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കൃപയുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അനുഗ്രഹിക്കണമേ. അതിൽ ജോലി ചെയ്യുന്ന ഓരോ അധ്യാപകരെയും അങ്ങയുടെ വിവേകത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജോലി ഒരു ശുശ്രൂഷയായി കാണുവാനും എല്ലാ വിദ്യാർത്ഥികളെയും സ്വന്തം മക്കളായി കരുതി വിവേകത്തോടും ജ്ഞാനത്തോടും നേർവഴി കാണിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ മഹാ ഇടവക വിദ്യാഭ്യാസ ഏജൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മലബാർ മഹാ ഇടവക വിദ്യാഭ്യാസ ഏജൻസി ചെയർമാൻ റൈറ്റ് റവറൻഡ് റോയ്സ് മനോജ് വിക്ടർ തിരുമേനി, കോർപ്പറേറ്റ് മാനേജർ, മലബാർ ക്രിസ്ത്യൻ കോളേജ് മാനേജർ, അൺഎയ്ഡഡ് സ്കൂൾ മാനേജർ, എഡ്യൂക്കേഷൻ ബോർഡ് മെമ്പർമാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കർത്തവ്യബോധത്തോടും അർപ്പണ മനോഭാവത്തോടും നിർവ്യാജ്യമായി ചെയ്തു തീർക്കുവാൻ ക്രിസ്തുയേശുവിൽ തുണയ്ക്കണമേ. ആമേൻ. കർത്താവേ കരുണയുണ്ടാകണമേ. വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ പഠനാവസരം ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ധാരാളം കുരുന്നുകൾ ഇരുട്ടിൻ്റെയും നിരക്ഷരതയുടെയും വിഹ്വലതയുടെയും നെടുവീർപ്പിൻ്റെയും കയത്തിലായിരിക്കുന്നു. കൃപാലുവായ ദൈവമേ, നീ തന്നെ അവർക്ക് ആവശ്യമായ കൃപയും അവസരവും ഒരുക്കി നൽകണമേ. ആമേൻ. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യ കൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന് നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചു കളയുന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. ആശുപത്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗോപശാന്തിക്കുള്ള എല്ലായിടങ്ങളിലും വിശേഷാൽ ഞങ്ങളുടെ രാജ്യത്തുള്ള ക്രൈസ്തവ ആശുപത്രികളിലും നടന്നുവരുന്ന കരുണാർദ്രമായ തിരുസ്നേഹ ശുശ്രൂഷയെ തുടർന്നു കൊള്ളണമേ. വൈദ്യന്മാർക്ക് വിവേകവും സാമർഥ്യവും നൽകുകയും ശുശ്രൂഷണികൾക്ക് വിവേകവും ക്ഷമാശീലവും ഏകുകയും ചെയ്യണമേ. കർത്താവെ, അവരുടെ പ്രയത്നങ്ങൾ സഫലീകരിക്കുകയും അവരുടെ സകല പ്രവൃത്തികളുടെ മേലും ദിവ്യാനുഗ്രഹം പൊഴിച്ചു കൊള്ളുകയും ചെയ്യണമേ. ആമേൻ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ സമാധാനത്തിനായുള്ള ഉണ്മയായ ആകാംക്ഷ ഉജ്ജ്വലിപ്പിക്കണമേ. ഭൂമിയിലെ സകല വംശങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി കൂടിയാലോചിക്കുന്ന എല്ലാവരെയും നിർമ്മലവും സമാധാനപരവുമായ ദിവ്യജ്ഞാനത്താൽ വഴി നടത്തണമേ. യുദ്ധമത്സരങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവസ്നേഹത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് സർവ്വഭൂമിയും നിറയുമാറാക്കണമേ. ആമേൻ. നമ്മുടെ മരണനാഴികയും ഓർക്കാം. വിശുദ്ധ ദൂതന്മാർ നമ്മുടെ ചുറ്റും പാളയമിറങ്ങി ഇപ്പോൾ ജീവമാർഗത്തിലും
പിന്നീട് ഞങ്ങളുടെ മരണനാഴികയിലും ഞങ്ങളെ കാത്തുകൊള്ളുന്നതിന് സഹായിക്കണമേ. മഹാകാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിനയമായി യാചിക്കുന്നത് കേൾക്കണമേ. ആമേ ആമേ. വചനധ്യാനത്തിന് മുൻപായി ഇപ്പോൾ ടീച്ചേഴ്സ് ഒരു പ്രത്യേക ഗാനം ആലപിക്കുന്നതാണ്. ഈ ഗാനം എഴുതിയതും അത് ട്യൂൺ ചെയ്തിരിക്കുന്നതും ദീപ ലോറൻസ് ടീച്ചറാണ് എന്ന കാര്യം അറിയിക്കുന്നു. അതിനുശേഷം നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന വിപിൻ ജോസഫ് ആന്തൂർവളപ്പിൽ ഉപദേശി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഡീക്കൻ ഓർഡിനേഷനാണ് നേരത്തെ നമ്മൾ അനൗൺസ് ചെയ്തത് 18-ാം തീയതി. പ്രിയമകനെ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അറിയിക്കുന്നു. ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേക ഗാനം. േരിട
ക്രിസ്തുവിന്റെ ജ്ഞാനം പ്രാപിപ്പാൻ ക്രിസ്തീയ ഗീതം ചൊല്ലിനാം. ക്രിസ്തുവിന്റെ ജ്ഞാനം പ്രാപിപ്പാൻ കർത്തൃസേവ ചെയ്യുവാൻ സഭയിൽ ജ്ഞാനമാകുവാൻ സുവിശേഷം ഘോഷിച്ചിടാം. കർത്തൃസേവ ചെയ്യുവാൻ സഭയിൽ ജ്ഞാനമേകുവാൻ സുവിശേഷം ഘോഷിച്ചിടാം. അനുജാ ഒരുങ്ങുക സ്വർഗ്ഗത്തിൻ പാതയിൽ മാനവാ പാടുക യേശുവിൻ സാക്ഷികൾ. ദൂതന്മാർ വാഴ്ത്തുവോ പ്രിയനാം നാഥാനേ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച ദിവസം അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ ഏകീതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അല്പനേരം അവിടുത്തെ വചനവുമായിട്ട് ഞങ്ങൾ ആയിരിക്കുമ്പോൾ അതിനെ ഗ്രഹിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിനായിട്ട് ഒരുക്കുകയും ഞങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. അടിൻ്റെ വായിലെ വാക്കുകളും കൂടി വന്നിരിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയങ്ങളുടെ ധ്യാനവും അവിടത്തേക്ക് ഏറ്റവും പ്രസാദകരവും ഇമ്പകരവുമാക്കി തീർക്കുമാറാക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും കൊടക്കൽ പള്ളിയിൽ തിരുവചന ധ്യാനവുമായിട്ട് നിൽക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കൂടാതെ ഇങ്ങനെ ഒരു അവസരം നൽകിയ ഇടവക അധ്യക്ഷനായിട്ടുള്ള റവറൻ ബെർണറ്റ് അച്ഛനോടുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രിയ യേശുദാസ് അച്ഛനെ ഓർക്കുന്നു. അച്ഛനോടുള്ള സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവക കമ്മിറ്റി അംഗങ്ങൾ, ഡയസൻ കൗൺസിൽ മെമ്പേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് ഓർക്കുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ച ദിവസമാണിത്. ഏകദേശം 2 വർഷം മുമ്പും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും ജിജോ അച്ഛനും റിബിനച്ഛനും ഒക്കെ ഇവിടെ വന്ന് ഓർഡിനേഷൻ ക്ഷണിക്കുമ്പോൾ ഞാൻ ഈ ദേവാലയത്തിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, എന്നാണ് എനിക്കിനി ഇതുപോലെ വന്നു നിന്നുകൊണ്ട് എൻ്റെ സഭയെ എൻ്റെ പട്ടംകൊട ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ്. ഈ വർഷം സെമിനാരിയിൽ നിന്ന് പാസ് ഔട്ടായപ്പോൾ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു, ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ മെയ് മാസം ജോയിൻ ചെയ്തു. ഈ സെപ്റ്റംബർ മാസം 18-ാം തീയതി പട്ടംകൊട ശുശ്രൂഷ നൽകപ്പെടുവാണ് എന്ന് മഹാഇടവകയിൽ നിന്ന് അറിയിപ്പ് കിട്ടി. ഈ ഒരു അവസരത്തിൽ എൻ്റെ സഭയെ ക്ഷണിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്, ഏറ്റവും ചാരിതാർത്ഥ്യമണിയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട് എന്നെ പ്രാപ്തമാക്കിയ എൻ്റെ സഭയെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് പഠിച്ചു വന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ഓർക്കുകയാണ്. ഞാൻ കുറച്ചു നേരം ആ ഫ്രണ്ടിലെ ബെഞ്ചിലേക്കൊക്കെ ഒന്ന് നോക്കി. ഇപ്പോൾ ചാരിയിരിക്കാവുന്ന ബെഞ്ചുകളുണ്ട്, അന്ന് ചാരിയിരിക്കാത്ത പലക പോലുള്ള ബെഞ്ചുകൾ ഫ്രണ്ടിലിട്ട് അതിലാണ് ഇരുന്നിരുന്നത്.
ശിശുവകുപ്പ് മുതൽ ബാലവകുപ്പ് കുമാരവകുപ്പൊക്കെ ഈ നിലത്തിരുന്ന് കൊണ്ട് പഠിച്ച് പിന്നീട് സീനിയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് ബെഞ്ചിലിരുന്ന് പഠിക്കാനായിട്ട് അവസരങ്ങളൊക്കെ ലഭിച്ചിരുന്നത്. പഠിപ്പിച്ച ഓരോ അധ്യാപകരെയുമാണ് ഇന്ന് നന്ദിയോടുകൂടെ ഓർക്കുന്നത്. പഠനത്തിന് ശേഷം യുവജന സഖ്യ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്നപ്പോൾ അന്നത്തെ യൂത്ത് സെക്രട്ടറിയെയും യുവജന സഖ്യാംഗങ്ങളെയും ഒക്കെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. സഭയിലെ സീനിയർ ഫ്രണ്ട്സ്, സ്ത്രീജന സഖ്യ കൂട്ടായ്മ എല്ലാം നൽകിയിട്ടുള്ള പ്രാർത്ഥനകളും സഹായങ്ങളുമൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അതിലെല്ലാം ഉപരിയായിട്ട് മിനിസ്ട്രിയിലേക്ക് വരുമ്പോൾ അന്നത്തെ ഇടവക ചെയർമാനായിരുന്ന അച്ഛൻ പറഞ്ഞത് ആദ്യം വെള്ളിയാഴ്ച കൂട്ടായ്മയിലേക്ക് വാ എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ജനറേറ്റർ റൂമൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. പഴയ ഒരു ജനറേറ്റർ റൂം അവിടെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച കൂട്ടായ്മയ്ക്ക് വന്നിട്ട് 7 മണിക്കാണ് വെള്ളിയാഴ്ച കൂട്ടായ്മ. ആദ്യമായിട്ടാണ് വെള്ളിയാഴ്ച കൂട്ടായ്മയ്ക്ക് കടന്നു വരുന്നതെന്ന്. അതുവരെ എല്ലാ അച്ഛന്മാരും ഞായറാഴ്ച പള്ളിയിൽ അനൗൺസ് ചെയ്യാറുണ്ട്, വെള്ളിയാഴ്ച കൂട്ടായ്മയുണ്ട്, എല്ലാവരും കടന്നു വരണമെന്ന്. ഇതെന്താണ് സംഭവം എന്ന് അറിയാത്തത് കൊണ്ട് ഒരു പേടി കൊണ്ട് ഞാൻ പള്ളിയിലേക്ക് വന്നു. ഞാൻ നിന്നത് പള്ളി വരാന്തലല്ല, ആ ജനറേറ്റർ റൂമിൻ്റെ അടുത്താണ്. അപ്പോൾ സുനിലച്ചൻ വരുന്നുണ്ട് പാഴ്സനേജിന് പുറത്തേക്ക്. എന്താ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതെന്താ സംഭവം എന്നറിയില്ല അച്ഛാ എന്ന് പറഞ്ഞു. അതൊക്കെ മനസ്സിലായിക്കോളും, ധൈര്യമായിട്ട് കയറി വാ എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച കൂട്ടായ്മയിലൂടെയാണ് പിന്നീട് ആരാധന എടുക്കാനും പാട്ടുപാടാനും പ്രസംഗിക്കാനും ഒക്കെ അവസരം കിട്ടി ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. 18-ാം തീയതി നടക്കുന്ന കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടക്കുന്ന രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പട്ടംകുട ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സഭയായിട്ട് സ്വാഗതം ചെയ്യുന്നു. കാരണം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ ധന്യ നിമിഷത്തെ അനുഗ്രഹീതമാക്കി തീർക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സെമിനാരിയിൽ പഠിക്കുമ്പോൾ കൈത്താങ്ങിയ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ സൺഡേ സ്കൂളിൽ ഒരു പ്രിയ അധ്യാപിക എപ്പോഴും എന്നോട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുക എന്നുള്ളതാണ്. നടത്തിയ എല്ലാ മൃഗങ്ങളും, കരുതിയ എല്ലാ കരങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. 18-ാം തീയതിയിലെ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ആധാര വേദഭാഗം ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ വായിച്ചു കേൾക്കാം. 20 മുതലുള്ള ചില വാക്യങ്ങൾ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദോഷിച്ചു, ഭ്രഷ്ടരാക്കി, നിന്ദിച്ചു, നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിന്നെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവനെ വസ്ത്രവും
തടുക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക. നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. ഒരിക്കൽ ഒരു കുട്ടി മാറാത്ത ഒരു രോഗവുമായിട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. ഈ കഥ നടക്കുന്നത് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പാ. ഈ കഥ നടക്കുന്നത് ഇന്ത്യയിലല്ല. അങ്ങനെ ഈ കുട്ടി തൻ്റെ അവസാന ഒരു ആഗ്രഹം പറഞ്ഞു. തനിക്ക് അന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള വ്ളാഡിമിർ ലെനിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സ്തംഭിച്ചു പോയി. അന്നത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ്, അദ്ദേഹത്തെ കാണണമെന്നാണ് മരണക്കിടക്കയിൽ കിടക്കുന്ന ഈ കുട്ടി പറയുന്നത്. അങ്ങനെ ഈ ചെറിയ കുഞ്ഞിന്റെ ആഗ്രഹം ഇദ്ദേഹം അറിഞ്ഞ് ആശുപത്രിയിൽ വന്ന് കുഞ്ഞിനോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ തിരക്കി. ഈ കിടക്കയിൽ കിടക്കുന്ന കുഞ്ഞ് ലെനിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലെനിൻ അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിരീശ്വരവാദി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു മനുഷ്യനാണ് ലെനിൻ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പരമായിട്ടുള്ള പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ലെനിൻ. ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയാണ്. ഏറ്റവും വലിയ ഒരു കോമ്രേഡ്, ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് കൂടിയാണ്. അദ്ദേഹത്തോടാണ് പറയുന്നത്, ലെനിൻ അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇത് കേട്ട് ആ കുട്ടിയുടെ മാതാപിതാക്കളും ആശുപത്രിയിലുള്ളവരും ഒക്കെ പരസ്പരം നോക്കി. ഈ കുഞ്ഞിത് എന്താണ് പറയുന്നത്? ഇദ്ദേഹത്തോടാണോ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നതെന്ന്. പക്ഷേ ആ കൂടി നിന്ന ആളുകളെയൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ട്, ആ കൂടി നിന്ന ആളുകളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ആശുപത്രി റൂമില് ആ കുട്ടി കിടക്കുന്ന ബെഡിനരികെ ആ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഭരണാധികാരി കൂടിയായിട്ടുള്ള ലെനിൻ മുട്ടുകുത്തി ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: ദൈവമേ, കഴിയുമെങ്കിൽ ഈ കുഞ്ഞിൽ നിന്ന് ഈ അസുഖത്തെ അങ്ങ് തുടച്ചു നീക്കണമേ എന്ന്. പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഇപ്രകാരം കൂട്ടിച്ചേർത്തു ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട്: തൻ്റെ വിശ്വാസത്തോടൊപ്പം തൻ്റെ ജനത്തിൻ്റെയും വിശ്വാസങ്ങളെ മാനിക്കുവാനും അവർക്ക് വേണ്ടി നിൽക്കുവാനും ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു നേതൃത്വം കൈയാളുന്ന ആൾ എന്ന നിലയിൽ അവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ലെനിൻ എന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ച ആശയങ്ങളെ, തൻ്റെ ജീവിതത്തിൽ താൻ കൈക്കൊണ്ടിരുന്ന നിലപാടുകളെ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ മാറ്റി നിർത്തി എന്നുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൂക്കോസ് ഒരു വൈദ്യനാണ്. ഒരു വൈദ്യന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു രോഗിയുടെ ശാരീരിക മാനസിക ആരോഗ്യം കൂടിയാണ്. ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ നമുക്കറിയാം അല്ലേ, ഡോക്ടർ പറയാറുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പേടിക്കേണ്ട എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ പറയോ, വന്ന പാട് പറയോ, കുഴപ്പമൊന്നുമില്ല നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറയോ. അതുപോലെ ഈ ലൂക്കോസ് എന്ന് പറയുന്ന വൈദ്യൻ തൻ്റെ എഴുത്തുകളിലൂടെ ക്രിസ്തുവിനെ ഇവിടെ വരച്ചു കാണിക്കുന്നത് എങ്ങനെയാ? ഒരു വ്യക്തികളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മാനസികമായിട്ട് ശക്തീകരിക്കുന്ന, മാനസികമായിട്ട് സുഖപ്പെടുത്തുന്ന ഒരു അനുഭവത്തിന്റെ വാക്യങ്ങളാണ് ലൂക്കോസ് സുവിശേഷം 6:20 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അങ്ങനെ പറയുവാനായിട്ട് ചില കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അതിന് ഒരുപാട് ടാക്സ് കൊടുക്കണം അല്ലേ? GST പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ അന്നും GST ഒന്നും ഇല്ലെങ്കിലും ടാക്സേഷൻ അന്ന് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതിലും സാധാരണ ജനങ്ങൾക്ക് വഹിക്കാവുന്നതിലും രണ്ടട്ടം കൂട്ടിമുട്ടിക്കുവാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സാധാരണ കുടുംബത്തിനെ ഒക്കെ ഒരു വലിയ ബേർഡനായിട്ടുള്ള, വലിയ ഒരു ഭാരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്നത്തെ നികുതി പിരിവ് എന്ന് പറയുന്നത്. ഈ നികുതി പിരിവിന്റെ അനുഭവത്തില് സാധാരണക്കാര് എന്താ, ഉടുക്കുവാനില്ല, ഉണ്ണുവാനില്ല, ഉണ്ണുവാനും ഇല്ലെങ്കിൽ പിന്നെ കുടുംബത്തിൽ എങ്ങനെയാണ് ചിരിക്കാൻ സാധിക്കുക? കുടുംബത്തിൽ എങ്ങനെയാണ് ആശ്വസിക്കാൻ സാധിക്കുക? കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനത്തോടു കൂടെ ഇരിക്കാൻ സാധിക്കുക? ഇതൊന്നുമില്ലാത്ത ഒരു അനുഭവത്തിൽ ആ സമൂഹത്തിൽ ചില ആളുകൾ കഴിയുമ്പോൾ
അവിടെ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട്, അവിടെ ക്രിസ്തു ആ ജനത്തോട് പറയുകയാണ്, നിങ്ങളെന്താ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭ്യമായില്ലെങ്കിലും എന്താ ഉള്ളതിൽ നിങ്ങൾക്ക് ലഭ്യമായ ചില സാധ്യതകളിൽ നിങ്ങളെന്താ ആശ്വസിച്ചു കൊള്ളുക എന്ന് പറയുന്നു. ഈ സന്ദർഭവുമായിട്ട് കൂട്ടിയിണക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയുവാനായിട്ട് സാധിക്കുന്നു. ഒരു കുളത്തിനരികെ ഒരു രോഗി കിടന്നിട്ടുണ്ടായിരുന്നല്ലേ, കുറേ വർഷമായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ കർത്താവ് ആ വഴി വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കുറെ ആളുകൾ അവിടെ ഇറങ്ങിയിട്ട് അവര് സൗഖ്യം പ്രാപിച്ചു പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം നേരെ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് കുറച്ചൊന്ന് വിവർത്തനം ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു മാറ്റം ആവശ്യമുണ്ടോ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന ചോദ്യം അത് നമ്മൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാ? നിന്റെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു മാറ്റമുണ്ടാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന രീതിയിൽ നമ്മൾ സ്വീകരിക്കണം ആ ചോദ്യം. നമ്മുടെ കാതുകളിലെ ആ ചോദ്യം ഇങ്ങനെ പ്രകമ്പനമായിട്ട് നിൽക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരു 2 കല്ല്, മിഷ്യൻ കല്ലൊക്കെ അറിയാലോ, വീട് പണിയുമ്പോൾ ഉപയോഗിക്കുന്ന 2 കല്ല് നിലത്ത് വെച്ച് അതിന് മുകളിൽ ഒരു പലക വെച്ച് അതിലൂടെ നടക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നടക്കുമായിരിക്കും. ഇതേ 2 കല്ല് ഈ പള്ളിയുടെ ആ തലക്കിലും ഈ തലക്കിലും വെച്ച് ഒരു പലക വെച്ച് അതിലൂടെ നടക്കാൻ പറഞ്ഞാൽ എത്ര പേര് നടക്കും? മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, സ്ഥാനം മാത്രമേ മാറിയിട്ടുള്ളൂ. ജീവിതത്തില് എന്താ ചില വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ജീവിതത്തിന്റെ കുരുടായ ജീവിതത്തിന്റെ അന്ധമായിട്ടുള്ള ജീവിതത്തിന്റെ വികലാംഗതയുടെ അനുഭവമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ എന്നതാണ്. ഒരു കോഴിക്കോട്ടുകാരിയുണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെപ്പോലെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ചില മാളുകളിലൊക്കെ ജോലി ചെയ്ത് ചില ചെറിയ ചെറിയ തൊഴിൽ ചെയ്ത് ഒക്കെ ജീവിച്ചിരുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിക്ക് ഒരു ഓഫർ വന്നു. ആ പെൺകുട്ടിയുടെ പരിശ്രമം കൊണ്ടാ, ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത സ്ഥിതിയിൽ നിന്ന് മാറ്റം വരണമെന്ന് അതിയായി ആഗ്രഹിച്ചത് കൊണ്ടാ, അതിനുവേണ്ടി പ്രയത്നിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓഫർ വന്നത്. ഓഫർ വന്നത് വേറൊരു കമ്പനിയിൽ നിന്നുമല്ല. കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാവരും. റോൾസ് റോയ്സ് എന്ന് പറയുന്ന കാറിനെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? റോൾസ് റോയ്സ് എന്ന് പറയുന്ന കാറിന്റെ കമ്പനിയിൽ നിന്നാണ് ഈ പെൺകുട്ടിക്ക് ഒരു ഓഫർ വന്നത്. ജീവിതത്തിൽ മാസാവസാനം 1000 രൂപ പോലും മിച്ചം പിടിക്കാനായിട്ട് സാധിക്കാതിരുന്ന ഈ കുട്ടി, ആ കുട്ടിയുടെ കഠിന പ്രയത്നം കൊണ്ട് ഇപ്പോഴുള്ള ജീവിതാവസ്ഥയിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട്, അതിനുവേണ്ടി പരിശ്രമിച്ചത് കൊണ്ട് റോൾസ് റോയ്സ് പോലുള്ള വലിയ ഒരു കമ്പനിയിൽ നിന്നാണ് ഈ കുട്ടിക്ക് ഓഫർ വന്നത്. സാലറി പാക്കേജായിട്ട് ഈ കുട്ടിയോട് സംസാരിച്ചത് ഒരു മാസം 85 ലക്ഷം രൂപയാണ് ആ കുട്ടിയുടെ സാലറി ആയിട്ട് സംസാരിച്ചത്. നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും എങ്ങനെയാ? ഇതുപോലെ ചില അനുഭവങ്ങളിൽ തന്നെ നമ്മൾ കിടക്കുകയാണ്. നമ്മളിപ്പോഴും എന്താ ഈ കുളത്തിന്റെ കരയിലും പടകിലുമൊക്കെ ഇരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ജീവിതത്തിന് എപ്പോ ഒരു മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, നമ്മുടെ ജീവിതത്തിന് എപ്പോ ഒരു ഉയർച്ച വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അവിടെ നമ്മൾ പരിശ്രമിക്കുവാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ദാരിദ്ര്യത്തിൻ്റെ, സന്തോഷമില്ലായ്മയുടെ, സമ്പന്നതയില്ലായ്മയുടെ ഒക്കെ അനുഭവം ഉണ്ടാകുമെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കുളത്തിൻ കരയിൽ തന്നെ കിടക്കുവാനല്ല, പിന്നെയോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാനായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഒരിക്കൽ ദുബായിലെ ഒരു കേസ് ഇങ്ങനെ നിലവിൽ വന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എന്തായാലും നിലവിലെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ദുബായിൽ വന്ന ഒരു കേസ് ഇങ്ങനെയാണ്. 2 ആൺമക്കൾ കോടതിയെ സമീപിച്ചുകൊണ്ട്
പറഞ്ഞ കംപ്ലൈൻറ്റ് ഇപ്രകാരമായിരുന്നു. ഇതൊക്കെ ഒരു പരാതിയായിട്ട് വരുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പറഞ്ഞ പരാതി ഇങ്ങനെയായിരുന്നു: എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ പിതാവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെയും പിതാവിൻ്റെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാനോ ശുശ്രൂഷിക്കുവാനോ ജ്യേഷ്ഠൻ എനിക്ക് അവസരം നൽകിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി എൻ്റെ അച്ഛനെ, എൻ്റെ പപ്പയെ എന്നോടൊപ്പം അയക്കണമെന്ന് പറഞ്ഞു. ഈ കേസ് കേട്ട് കോടതിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം സാധാരണ ആര് നോക്കും എന്നതിലാണ് കേസ് വരാറ്. ഇവിടെ നോക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് വരുന്നത്. അങ്ങനെ കോടതി ഒരു തീർപ്പ് പറഞ്ഞു. തീർപ്പ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇത്ര കാലം നിങ്ങൾ നോക്കിയില്ലേ, ഇനി കുറച്ചു കാലം നിങ്ങളുടെ അനിയൻ കൊണ്ടുപോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. നിറകണ്ണുകളോടെ നിൽക്കുന്ന ഈ ജ്യേഷ്ഠൻ ഒരു നിമിഷം ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഒന്ന് നോക്കി. ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ട് ആ വിധി പ്രസ്താവിച്ച വ്യക്തി പോലും കണ്ണുനീർ വാർത്തു എന്നാണ് പറയുന്നത് ആ ഒരു വാർത്തയിലെ. ആ വിധി ഇങ്ങനെ, അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: സാറേ, നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് എൻ്റെ സ്വർഗത്തിൻ്റെ താക്കോലാണ് എന്ന് പറഞ്ഞു. ഇന്നിവിടെ ടീച്ചേഴ്സ് സൺഡേ ഒക്കെ ആയിട്ട്, അധ്യാപക ഞായറൊക്കെ ആയിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ ചില സ്വർഗത്തിൻ്റെ താക്കോലുകൾ അധ്യാപകരുടെ കയ്യിലുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ചിലർ താക്കോൽ അന്വേഷിച്ച് നടക്കുകയാണ് എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ചിലർ താക്കോലുകൾ കണ്ടിട്ടും കാണാതെ പോകുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ബാക്ക് സൈഡിലിരിക്കുന്ന, ഏറ്റവും ബാക്കിലിരിക്കുന്ന കുട്ടിയായിരിക്കാം ഒരു പക്ഷേ ഒരു അധ്യാപികയെ ജീവിതകാലം മൊത്തം ഓർക്കുന്നത്. SSLC മോഡൽ എക്സാമിനെ സ്കെയിൽ കൊണ്ടുപോകാൻ മറന്നിട്ട് സ്കെയില് ചോദിച്ചിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയോട് സ്കെയില് ചോദിച്ചപ്പോൾ അന്ന് ഇൻവിജിലേറ്ററായിട്ട് വന്ന എൻ്റെ PT അധ്യാപകൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്ന അടി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഓരോ തിരുത്തലുകളും നമ്മളെ ശരിയിലേക്ക് പഠിപ്പിക്കുകയാണ്. ഓരോ മാറ്റങ്ങളും നമ്മളെ പുതുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ താക്കോലിൻ്റെ ഉപയോഗവും അപ്രകാരം തന്നെയാണ്. സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ, സമൂഹത്തെ നയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ ചിലപ്പോൾ വളരെയധികം താഴ്ന്ന ജീവിത അനുഭവങ്ങളിൽ നിന്നായിരിക്കാം വന്നിട്ടുണ്ടാകുക. ഇല്ലായ്മയുടെ ഒക്കെ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടിട്ടുണ്ടാകാം. ദുഃഖത്തിൻ്റെ കാണാക്കയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകാം. അവരെ അറിയുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവും ചെയ്തത് അങ്ങനെയാണ്. അവരെ അറിയാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുവിനെ എത്ര കൊണ്ട് അവരറിഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ക്രിസ്തു തൻ്റെ ഒപ്പം നടന്ന ആ ശിഷ്യന്മാരെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് ഓരോ സന്ദർഭത്തിലും അവരോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ചില കാര്യങ്ങളൊക്കെ റീൽസുകളുടെ അനുഭവത്തിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഒരു വ്യൂവേഴ്സ് കൂട്ടുന്ന അനുഭവത്തിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളുണ്ട് എങ്കിലും, നല്ലത് തന്നെ ഉണ്ട് എങ്കിലും, അത് ആ ഒരു സ്ക്രീനിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. ആ സ്ക്രീനിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗുരു ശിഷ്യ ബന്ധം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അധ്യാപകൻ വിദ്യാർത്ഥിയെ തല്ലുന്നു, വിദ്യാർത്ഥി തിരിച്ചും തല്ലുന്നു. ആ തരത്തിലൊക്കെ ഇന്ന് മാറിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാ, നമുക്ക് അവരെ തടയാനല്ല, പിന്നെയോ ശരി തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് സ്വർഗീയമായിട്ടുള്ള ചില താക്കോലുകൾ കൈമാറാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ റോസാ ചെടി കണ്ടിട്ടില്ലേ? റോസാപ്പൂവിൻ്റെ ചെടി. റോസാപ്പൂവിൻ്റെ ചെടി അത് എങ്ങനെയാണ് ഉണ്ടാവുക? നല്ല മുള്ളുകളൊക്കെ ആയിരിക്കും അല്ലേ? ഈ റോസാ ചെടി ചില വീടുകളിലൊക്കെ നിൽക്കുമ്പോൾ ചില വീട്ടമ്മമാർ, ചില ചെടികളോട് പ്രിയമുള്ള ആളുകൾ നേരെ ചെന്ന് അതിൻ്റെ ഒരു കൊമ്പ് വെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നടും. നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് എന്താ? ഈ ചെടിക്ക് ഇട്ട് കൊടുക്കുന്ന വളമായിട്ട് പെട്ടെന്ന് ഇതിലെ തളിര് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കില്ലേ? കുറച്ച് മുട്ടത്തോടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ചെടിയുടെ കീഴെ അങ്ങ് ഇട്ട് കൊടുക്കും. മാലിന്യങ്ങളായ ചില വസ്തുക്കളാണ് ഈ ഒരു ചെടിയുടെ കീഴെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ശിക്ഷയും ചിലപ്പോൾ ഇപ്രകാരമായിരിക്കാം.
പക്ഷേ എന്തിനു വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി അവർക്ക് പകർന്നു നൽകണം. റോസാ ചെടിയുടെ താഴെ നമ്മൾ ചിലപ്പോൾ ചില മാലിന്യങ്ങളായ വസ്തുക്കൾ ഇടാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും? നല്ല ഭംഗിയുള്ള, നിറമുള്ള, മണമുള്ള, ആകർഷണീയമായിട്ടുള്ള പൂവാണ് പിന്നീട് ഈ റോസാ ചെടി സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? മാലിന്യങ്ങളായ ചില അവസ്ഥകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ അവരെ ട്രെയിൻ ചെയ്ത് നടത്തേണ്ടി വരും. ചിലപ്പോൾ അതുപോലുള്ള അവസ്ഥകൾ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ പോലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരങ്ങനെ ആയിരിക്കാം. അതിൽ നിന്നൊക്കെ എങ്ങനെയാ പിന്നീട് ആ ഒരു പരിശീലനത്തെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് അവർക്കുണ്ടെങ്കിൽ പിന്നീട് അവരെങ്ങനെയാ ആകർഷണീയമായ ഒരു റോസാപ്പൂവിൻ്റെ പോലെ ആ ഒരു അനുഭവത്തിലേക്ക്, സുഗന്ധം പരത്തുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടും എന്നുള്ളതാണ്. മാവിൻ്റെ തയ്യെ പറ്റി നമുക്കറിയാം അല്ലേ? ഞാനിവിടെ ഒരു പാരിസ്ഥിതിക ഞായറല്ല എന്നുള്ള ബോധം എനിക്കുണ്ട്, എങ്കിലും പറയുകയാണ്. മാവിൻ്റെ തയ്യൊക്കെ നമുക്കറിയാം. ഈ മാവിൻ്റെ തയ്യെ പെട്ടെന്ന് തഴച്ചു വളരണമെങ്കിൽ ഇതുപോലെ നമ്മൾ എന്താ ചെയ്യുക? പോട്ടെ, ഇതെല്ലാം വിട്. ഒരു ചെടി നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീഴേ ആയിരിക്കും മിക്കവാറും ഈ അടുക്കളയിലുള്ള ചില വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി ഇടാറ്. ഒരു മാവിൻ്റെ അനുഭവം ഞാൻ പറയാം. മാവിൻ്റെ കീഴേ നിങ്ങൾ വേസ്റ്റ് കൊണ്ടുപോയി ഇടുമ്പോൾ ഈ മാവ് വളർന്നിട്ട് പിന്നീട് കിട്ടുന്നത് എന്താ? നല്ല മധുരമുള്ള മാമ്പഴമാണ് കിട്ടുന്നത്. ചില മധുരമുള്ള ഓർമ്മകൾ സൃഷ്ടിക്കാനായിട്ടും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് സ്വർഗീയമായ താക്കോലുകൾ കൈമാറുന്നതിലൂടെ സുഗന്ധമുള്ള, ആകർഷണീയമായിട്ടുള്ള ഒരു പൂവിൻ്റെ അനുഭവമായിട്ടും മധുരമുള്ള ഒരു അനുഭവമായിട്ടുമൊക്കെ ഗുരു ശിഷ്യ ബന്ധത്തെ തീർക്കുവാനായിട്ട് അധ്യാപകർക്ക് കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഈ നാളുകളിൽ നടക്കുവാനായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള അനുഭവം ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നു മുതൽ അതിനുവേണ്ടി പരിശീലിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആദ്യം കേട്ടതുപോലെ ജീവിതത്തിൻ്റെ ചില അവസ്ഥകളൊക്കെ അധ്യാപകരും നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് പ്രൈവറ്റായിട്ടും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന അധ്യാപകരെ സാലറി സംബന്ധമായിട്ടും അല്ലാതെയുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അവരോടുകൂടിയാണ് ക്രിസ്തു ചോദിക്കുന്നതും പറയുന്നതും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം ആവശ്യമാണോ? ഈ മാറ്റം വന്നതിന് ശേഷം പിന്നീട് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. ഗുരു ശിഷ്യ ബന്ധത്തിൽ ഗുരു എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ചിലപ്പോൾ കഠിനമായ പരിശീലനത്തിലൂടെ നമുക്ക് നല്ല സമൂഹത്തെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. യഹൂദൻ്റെ ഒരു പശ്ചാത്തലം പറയാം. യഹൂദൻ്റെ ഒരു പശ്ചാത്തലത്തിലെ ഗുരു ശിഷ്യ ബന്ധത്തിലെ ഗുരു എപ്പോഴും എവിടെ ഇരിക്കാം? ഇച്ചിരി ഉയർന്ന ഒരു തട്ടിലായിരിക്കാം. ഇന്ത്യൻ പശ്ചാത്തലത്തിലെ ഗുരുകുല സമ്പ്രദായത്തിലെ ഗുരു എപ്പോഴും ഉയർന്ന ഒരു പശ്ചാത്തലത്തിലായിരിക്കാം, ശിഷ്യന്മാർ താഴെയാണ് ഇരിക്കുക. പക്ഷേ ഈ നിലനിന്നിരുന്ന വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ക്രിസ്തു അനുവർത്തിച്ച ഒരു കാര്യമുണ്ട്. ഗുരുവും ശിഷ്യനോടുകൂടെ താഴ്ന്നുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ശിഷ്യന്മാരിൽ നിന്നും ചിലത് ഗുരുക്കന്മാർക്ക് ആർജിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ജയിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ മാറ്റമുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്ക് മാറ്റം ഉണ്ടാകുവാനായിട്ട് കഠിന പ്രയത്നം ഉണ്ടാകണം. കഠിന പ്രയത്നം ഉണ്ടാകുമ്പോൾ എന്താ? ശിഷ്യന്മാരെ നല്ല രീതിയിൽ, ശിഷ്യഗണങ്ങളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ പിന്നീടുണ്ടാവുന്ന കാര്യം എന്താ? ആ ഒരു സമൂഹത്തെ നിലനിർത്തുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗം അന്നത്തെ സമൂഹത്തിൻ്റെ ഇല്ലായ്മയുടെയൊക്കെ ഒരു അനുഭവം പറയുന്നതാണ്. അവിടെയാണ് ക്രിസ്തു നിങ്ങൾക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്നുള്ള ഒരു മോചനമുണ്ട് എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലൊരു സമൂഹത്തെ കൂടി കെട്ടിപ്പടക്കുവാനായിട്ട് അധ്യാപകർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ 3 കാര്യമാണ് ചിന്തിച്ചത്. ഒന്നാമത്തെ കാര്യം ഇങ്ങനെയായിരുന്നു: ജീവിതത്തിലെ എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും വന്നു കഴിഞ്ഞാലും, എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ എന്താ? ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന ചോദ്യം നമ്മിൽ പ്രകമ്പനം കൊള്ളേണ്ടത് ഇങ്ങനെയാണ്: ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വേണോ എന്നാണ് ചോദിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ മാറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട്
പരിശ്രമിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? മാറ്റം വന്നു കഴിഞ്ഞാൽ ശിഷ്യ സമൂഹത്തെ അതിനുവേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. ഒരുക്കി കഴിഞ്ഞാലും നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പരിശുദ്ധനായ ദൈവം ഏവരെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല അധ്യാപക ഞായറിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയും നന്ദിയോടുകൂടെ ഈ സമയം ഞാൻ ഓർക്കുന്നു. കൂടെ പഠിച്ച അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകരെ ഏറ്റവും നന്ദിയോടുകൂടെ ഓർക്കുന്നു. അവരുടെ ഒരുക്കത്തെ ദൈവം തമ്പുരാൻ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ അധ്യാപകർക്കും നല്ല ഒരു ദൈവിക ദർശനബോധം, ആലയത്തോടും മിഷണറിമാർ കാണിച്ച ആ എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, വിവേചനരഹിതമായ വിദ്യാഭ്യാസം എന്ന ആശയത്തോടുമുള്ള എരിവ് കെടാതെ സൂക്ഷിക്കുവാൻ പരിശുദ്ധനായ ദൈവം ഏവരെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, കേൾപ്പിച്ച എളിയ ചിന്തയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് വേദപുസ്തകത്തിലൂടെ പറഞ്ഞ വാക്കുകളിലെല്ലാം ആ സമൂഹത്തിൻ്റെ സാഹചര്യമാണ് ഉൾക്കൊണ്ടിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാരോട് ആയിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ ഒരു മാറ്റത്തിനായിട്ട്, ആയിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ ഒരു ഉയർച്ചയ്ക്കായിട്ട് ചില വാക്കുകൾ, ചില പ്രചോദനപരമായ വാക്കുകൾ അങ്ങ് ഉദ്ധരിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളും ജീവിതത്തിൻ്റെ അത്തരത്തിലുള്ള പല അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റം ആഗ്രഹിക്കുന്നവരായിട്ട് തീരുവാൻ, മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ വന്ന വഴികളെ ഓർത്തുകൊണ്ട് ഉത്തരവാദിത്വമുള്ളവരായിട്ട് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നവരായിട്ട് തീരുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. കേട്ട വചനങ്ങൾ ജീവിതത്തിൽ വ്യർത്ഥമായി പോകാതെ അതിനെ പാലിച്ച് പരിപാലിച്ച് അന്ത്യത്തോളം സൂക്ഷിക്കുവാൻ അവിടുന്ന് തുണയ്ക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഭവനം, പ്രകൃതി, സഭ, സമൂഹം എന്നിങ്ങനെ ഞങ്ങളുടെ നല്ല ജീവിതത്തിനായി അങ്ങ് നൽകിയ വിലപ്പെട്ട എല്ലാ നല്ല ദാനങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ഭവനത്തിൽ നിലച്ചുപോയിക്കൊണ്ടിരിക്കുന്ന കുടുംബ പ്രാർത്ഥനകൾ, വറ്റിക്കൊണ്ടിരിക്കുന്ന ഊഷ്മള ബന്ധങ്ങൾ, വിഭജനങ്ങൾ എന്നിവയെക്കുറിച്ച് തിരിച്ചറിയുവാനും അങ്ങയിലേക്ക് തിരിച്ചു വരുവാനും പിതാവേ, ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ ആഴവും പരപ്പും ഗ്രഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ജീവിതത്തിൻ്റെ പൊള്ളയായ പൊങ്ങച്ചങ്ങളിൽ വഴുതി വീഴാതിരിപ്പാൻ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. സ്വയം പ്രശംസയിൽ വീഴാതിരിപ്പാനും ദൈവിക സ്നേഹത്തിൻ്റെ വാഹകർ ആകുവാനും ക്രിസ്തീയ മൂല്യങ്ങളോടെ ജീവിക്കുവാനും അടിയങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിരീക്ഷണ സ്രോതരെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും വാക്കും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഒടുവിലായ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവേൻ.
സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കുമാറാകട്ടെ. ആരാധനയുടെ അവസാനമായി 316 ഗീതത്തിൻ്റെ 1, 2, 4 ചടങ്ങൾ പാടാം. 1, 2, 4 ചടം. പിതാവേ ആശ തന്ന് അയക്ക ഞങ്ങളെ. നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം. ആമേൻ.